ഈ ഞങ്ങളെ ക്യൂട്ട് കാർ ഞങ്ങൾ പതുക്കിച്ച് പാർക്ക് ചെയ്താണ് പുറത്തിറങ്ങി. ഇതേ കാർ വാങ്ങാനുള്ള സർപ്രൈസിൽ ഞാൻ ഭയങ്കര ത്രില്ലടിച്ച് നിൽക്കുക. മോമന്റെ അടുത്ത് പറഞ്ഞു ഇനി പുതിയ കാർ കിട്ടുന്നതുകൊണ്ട് നമ്മളെ പഴയ കാർ നമ്മൾ ഒഴിവാക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഡോറൊക്കെ ശരിക്കും അടച്ചു പോട്ട്. മോമ അപ്പോൾ കളിയാക്കാൻ പറഞ്ഞ എല്ലാ കാര്യത്തിൽ തന്നെയാണ്. കാരണം ഈ ഷോറൂമിൽ എത്ര ആൾക്കാർ നമ്മളെ കാത്തിക്കണത് നമുക്ക് കാർ ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഫോറിനേഴ്സിന് അന്നും ഇന്നും എന്നും ചൈനയിൽ ഭയങ്കര വാല്യൂ ആണ്. അതുകൊണ്ട് തന്നെ നമ്മളെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത് കാറിന്റെ വിലയും കാര്യങ്ങളൊക്കെ ചോദിച്ചാറുണ്ട്. അതിന്റെ ഇടയിൽ ഞാൻ കാർ ഏതാണ് നിങ്ങൾക്ക് കാണിച്ചത്. ഇതാണ് നമ്മളെ വണ്ടി. കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഡിഫൻഡർ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിലും ഡിഫൻഡറിന്റെ പക്ക കോപ്പി. ഐക്കാർ 03 ആണ് മോഡൽ. ഞങ്ങൾ ചൈനയിൽ നിന്ന് ഐക്കാർ വിളിക്കുക. കാരണം വിചാരിക്കുന്നുണ്ടാവും ചൈനയിൽ അപ്പോൾ മറ്റേ എലോൺ മസ്കിന്റെ ടെസ്ലയാണല്ലോ സംഭവം. ടെസ്ല എന്നല്ല, സത്യം പറഞ്ഞ ചൈനയിൽ കോമ്പറ്റീഷനും BYD അതുപോലെ ഈ ഐക്ക എന്തുമാതിരി കിടിലൻ സെറ്റപ്പ് ആണ് അറിയാം. എല്ലാവരും പറയാലോ. ഇപ്പോഴും നമ്മളെ ഇന്ത്യ ചൈനന്റെ ഒക്കെ ഒരു 50 വർഷം പുറകിൽ തന്നെയാണ്, ഒരു സംശയമല്ല. ഡിഫൻഡർ തന്നെ ഒരു വ്യത്യാസമില്ല. മുകളിൽ സൺറൂഫ് കാര്യങ്ങൾ, സൈഡിൽ സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് എല്ലാ കാരണവും ഉണ്ടാകുന്നത്. പക്ഷെ ഇത് മാത്രമല്ല, ഇതിന്റെ മൊത്തത്തിലുള്ള ടോട്ടൽ സിസ്റ്റം ഉണ്ടല്ലോ, മ്യൂസിക് സിസ്റ്റം, ക്യാമറ സെറ്റപ്പ്, ഇതെല്ലാം ഒരു ക്രിസ്റ്റൽ നോബിലാണ് ഇവർ കൺട്രോൾ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇത് മാത്രമല്ല വേറൊരു കിടിക്കാച്ചി ഐറ്റം കൂടെ ഉണ്ട്. ഞാൻ പറഞ്ഞുതരാം എന്താണെന്നില്ലേ അവസാനം. അതിന്റെ ഇടയിൽ ബാക്കിലേക്ക് നോക്കിയപ്പോഴാണ് നമ്മളെ കംപ്ലീറ്റ് ഐക്കിന്റെ പ്രൊഡക്ഷൻ വീഡിയോയും കാര്യങ്ങളും അവിടെ പ്ലേ ഉണ്ട്. അത് മാത്രമല്ല നമ്മളെ കാറിന്റെ കൂടെ കിട്ടാൻ പോണ ചാർജറും കാര്യങ്ങളും അവിടെ വെച്ചിട്ടുണ്ട്. 20 മിനിറ്റിൽ ഫുൾ ചാർജ് ആവും, 500 കിലോമീറ്റർ നമുക്ക് പോവുകയും ചെയ്യാം. ഇതുവരെ നിങ്ങൾ കേൾക്കാത്ത പല ഫീച്ചേഴ്സും ഉണ്ട്. ആ കാര്യങ്ങൾ എന്തൊക്കെയാണെങ്കിലും ഞാൻ നാളെ പറഞ്ഞുതരാം. ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.